ഹായ്, ഗുഡ് മോർണിംഗ്. 2025 ഏപ്രിൽ 20 തേങ്ങയിൽ നിന്ന് നമുക്ക് വെളിച്ചെണ്ണ എങ്ങനെ ലഭിക്കുന്നു എന്നതിനെ പറ്റിയുള്ള വിശദമായ ഒരു പഠനമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കുപ്പികളിൽ നിറച്ച വെളിച്ചെണ്ണയാണ് ഈ കാണുന്നത്. 150 രൂപയാണ് ഈ കാണുന്ന ചെറിയ കുപ്പിയുടെ വില. ഇതുപോലെ നമുക്ക് വെളിച്ചെണ്ണ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ആദ്യമായി നമ്മൾ ഉണങ്ങിയ തേങ്ങ ഏതാണ്ട് 3 മാസത്തോളം സംഭരിച്ച് വെച്ചിരിക്കുന്നത് പൊതിക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങ നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമയം 90% പോകുന്നതും നമുക്ക് നല്ല കൊപ്ര അതിൽ നിന്ന് ലഭിക്കുന്നതുമാണ്. കുറച്ച് തേങ്ങ മുളച്ച് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്ന് പൊങ്ങും ലഭിക്കുന്നതാണ്. അങ്ങനെ പൊതിച്ച് നമ്മൾ സംഭരിച്ച് വെച്ച തേങ്ങ പിന്നീട് അത് മുറിച്ച് അതിൽ നിന്ന് കൊപ്ര വേർതിരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ഇവിടെ ഈ ഷെല്ലിൽ നിന്ന് കൊപ്ര വേർതിരിച്ചെടുക്കുന്നത്. മിക്കവാറും ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ കൊപ്രയായി തന്നെ നമുക്കത് ലഭിക്കുന്നതാണ്. ഞാൻ മുറിച്ച് കാണിക്കാം. പകുതി കൊണ്ട് ചെറുതായിട്ട് വെട്ടിയാൽ 2 പീസ്, അതിൽ വെള്ളം ഒട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന കൊപ്ര പെട്ടെന്ന് ഉണങ്ങുകയും കൂടുതൽ എണ്ണമയം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ ഉടയ്ക്കുന്ന സമയത്ത് നമ്മുടെ കൈ മുറിയാതെ നോക്കേണ്ടതാണ്. എക്സ്പേർട്ടായിട്ടുള്ള ആൾക്ക് മാത്രമേ ഇങ്ങനെ മുറിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ചില തേങ്ങ നമ്മൾ പൊട്ടിക്കുമ്പോൾ അതിനുള്ളിൽ വെള്ളം കാണും. ഇങ്ങനെ ലഭിക്കുന്ന വെള്ളം വളരെ മാധുര്യം നിറഞ്ഞതായിരിക്കും. എന്നുകൊണ്ടെന്നാൽ ഇതിൻ്റെ വാട്ടർ കണ്ടൻ്റ് എല്ലാം പോയി ഇത് ഡ്രൈ ആയിട്ടിരിക്കാനാൽ ഇപ്പോൾ കാണാം ചില ഇത് മുഴുവൻ കൊപ്രായിട്ട് തന്നെ ലഭിച്ചാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഷെല്ലോട് കൂടി ഇതും കാണാൻ സാധിക്കും. ഇങ്ങനെ മുറിച്ചിട്ടതിന് ശേഷം നമ്മൾ നല്ലൊരു പടുത വിരിച്ച് ചൂടായതിന് ശേഷം ഈ തേങ്ങയെല്ലാം അതിൽ നിരത്തി ഡയറക്റ്റ് സൺലൈറ്റിൽ ഉണങ്ങിയെടുക്കാവുന്നതാണ്. ഇതിൽ ചില സമയത്ത് ഇതിൽ കേടുവന്ന തേങ്ങ കാണും. ആ തേങ്ങ കളയേണ്ട ആവശ്യമില്ല. നമുക്കിതിൽ നിന്നും എണ്ണ സംഭരിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ കേടുവന്ന തേങ്ങയിൽ നിന്ന് നമ്മൾ സംഭരിക്കുന്ന എണ്ണയ്ക്ക് അഴുക്ക് തേങ്ങ എണ്ണ പറയും. പല സൈസിലുള്ള കേടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ചിലതിൽ കറുത്ത് ഈ രൂപത്തിലിരിക്കും, അതിനകത്ത് എണ്ണ ധാരാളം കാണും. മറ്റ് ചിലത് വരണ്ട് ഉണങ്ങിയിരിക്കുന്നതായിരിക്കും, അതിനുള്ളിലും തേങ്ങ ഉണ്ടായിരിക്കുന്നതാണ്. ഞാനിപ്പോൾ അതിൽ എൻ്റെ വിരൽ അമർത്തിയിട്ട് അതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് കാണാം. എൻ്റെ കൈയുടെ അറ്റത്തെല്ലാം എണ്ണ ഇരിപ്പുണ്ട്. ഇങ്ങനെ ഉള്ള വേസ്റ്റായിട്ടുള്ള കൊപ്ര സംഭരിച്ച് അതിനുള്ളിൽ നിന്നും നമുക്ക് പ്രസ് ചെയ്ത് എണ്ണ എടുക്കാവുന്നതാണ്. ഈ എണ്ണ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ചെറിയ രോഗങ്ങൾക്ക്, ചൊറിയ, ചിരങ്ങ് അങ്ങനെയുള്ള രോഗങ്ങൾക്ക് തേച്ച് കുളിപ്പിച്ചാൽ ശമനം കിട്ടുന്നതാണ്. നല്ലതായിട്ട് ലഭിച്ച കൊപ്ര നമ്മൾ അരിഞ്ഞ് ഇതുപോലെ ചെറുതാക്കി വീണ്ടും വെയിലത്ത് ഉണങ്ങണം. ഇതിനൊരു പ്രത്യേക പരുവമുണ്ട്. ഞാൻ ഇത് ഒടിക്കുമ്പോൾ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്നത് കാണാം. നിങ്ങളുടെ നഖം കൊണ്ട് പ്രസ് ചെയ്താൽ ആ നഖത്തിൽ എണ്ണമയം ഊറി വരുന്നതാണ്. ആ ഒരു കണക്കാണ് ഉണങ്ങി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് ആട്ടുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വരും. അതിനാൽ ഏതാണ്ട് ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഞാൻ ഒരു 3 ദിവസത്തെ വെയിൽ കൊപ്ര കൊണ്ടതിന് ശേഷം ഒരു ദിവസം അരിഞ്ഞ് വെയിലത്ത് ഇട്ട് 2-ാം ദിവസം വൈകിട്ടാകുമ്പോഴത്തേനും ഏതാണ്ട് ഈ പരുവം ആയി ലഭിക്കുന്നതാണ്.
കൊപ്ര ആട്ടിയെടുക്കാനായിട്ട് 2 സൈസ് മെഷീനാണുള്ളത്. ഒന്ന് എക്സ്പെല്ലർ എന്നറിയപ്പെടും, രണ്ടാമത്തെ ചക്ക് എന്ന് അറിയപ്പെടുന്ന ഈ കാണുന്ന സംവിധാനമാണ്. ഇതാണ് ഏറ്റവും നല്ല വെളിച്ചെണ്ണ ലഭിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചക്ക്. ഈ ചക്കിലൂടെ ഇങ്ങനെ കൊപ്ര പ്രസ് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ അടിഭാഗത്തായിട്ട് എണ്ണ ഊറി വരികയും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതിൻ്റെ മിച്ചം വരുന്നത് പിണ്ണാക്ക് എന്നറിയപ്പെടും. ഈ പിണ്ണാക്ക് ഈ പെട്ടിക്കുള്ളിൽ സംഭരിച്ചിരിക്കും. ഇങ്ങനെ വരുന്ന വെളിച്ചെണ്ണ നമ്മൾ അരിച്ച് വേണ്ടുന്ന പാത്രം ഒരു സ്റ്റീൽ പാത്രത്തിൽ ആക്കി നമുക്ക് തരുന്നതാണ്. ഇപ്പോൾ മാർക്കറ്റിൽ 1 കിലോ കൊപ്ര ആട്ടി തരുന്നതിന് 30 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ന്യായമായ ചാർജാണിത്. ഇങ്ങനെ ലഭിക്കുന്ന പിണ്ണാക്ക് നമുക്ക് ചാക്കിൽ സംഭരിച്ച് കോഴി, കന്നുകാലി, മറ്റ് മൃഗാദികൾക്ക് ഭക്ഷണമായി കൊടുക്കാവുന്നതാണ്. ഇതാണ് സംഭരിച്ച് വെച്ചിരിക്കുന്ന നല്ല വെളിച്ചെണ്ണ. ഇത് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി എക്കോഫാം കമ്പനി വിർജിൻ കോക്കനട്ട് ഓയിൽ എന്ന പേരിലാണ് വിൽക്കുന്നത്. ഇനി നമുക്ക് തെങ്ങ് കയറുന്ന യന്ത്രത്തെപ്പറ്റി മനസ്സിലാക്കാം. ഇങ്ങനെയാണ് യന്ത്രം കയറുന്നത്. വിദഗ്ധനായ ഒരു തൊഴിലാളി ഒരു 3 മിനിറ്റ്, അത്രയും മതി, മടുപ്പില്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് മുകളിലെത്തും. ചിലർ ഇടയ്ക്കൊന്ന് നിന്നിട്ട് ഒരു 40 അടി ഉയരമുള്ള മരത്തിൽ കയറാനായിട്ട് 2 മുതൽ 3 മിനിറ്റ് വരെ വേണം. മുകളിൽ ചെന്നതിന് ശേഷം അദ്ദേഹം കയ്യിലൊരു മൂർച്ചയുള്ള വാക്കത്തിയുണ്ട്. ആ വാക്കത്തി കൊണ്ട് തേങ്ങാക്കുലകൾ വെട്ടിയിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുകളിലെത്തിയ അദ്ദേഹം മെഷീനിൽ തന്നെ ചവിട്ടി നിന്നുകൊണ്ട് മൂത്ത വിളഞ്ഞ കുലകൾ മാത്രം വെട്ടി താഴേക്കിടും. വിദഗ്ധനാണെങ്കിൽ അദ്ദേഹം കൈകൊണ്ട് പിടിച്ച് അധികം തെങ്ങിൻ്റെ ചുവട്ടിൽ തന്നെ മയമുള്ള സ്ഥലത്തേക്കിടും. അപ്പോൾ തേങ്ങ പൊട്ടിപ്പോകാതിരിക്കും. പാറ, സിമൻറ്റ് മുതലായ തറകളിൽ വീണാൽ തേങ്ങ പൊട്ടിപ്പോകുന്നതാണ്. സാധാരണ ഒരു തെങ്ങിൻ്റെ മണ്ടയിൽ നമുക്ക് 3 കുലകൾ മൂത്തത് ലഭിക്കും. 45 ദിവസം അല്ലെങ്കിൽ 50-60 ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഒരാൾ തെങ്ങിൽ കയറുന്നത്. അപ്പോൾ നമുക്ക് 3 കുലകൾ മൂത്തത് ലഭിക്കുന്നതാണ്. ചിലപ്പോൾ താമസിക്കുകയാണെങ്കിൽ 4 കുലകൾ വരെ നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു തെങ്ങിൽ കയറുന്നതിന് ഇപ്പോൾ 70 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു 50-60 ദിവസത്തിനുള്ളിൽ ഒരാളെ കയറ്റുകയാണെങ്കിൽ 4 കുല ലഭിക്കും. 4 കുലയെന്ന് പറയുമ്പോൾ ഒരു കുലയിൽ ആവറേജ് 10-12 തേങ്ങ വരെ കാണും. ചില കുലകളിൽ 2-3 തേങ്ങയെ കാണുള്ളൂ. ഏതാണ്ട് ആവറേജ് നമുക്കൊരു 30 തേങ്ങ ഒരു മരത്തിൽ നിന്ന് ഒരു കയറ്റത്തിൽ ലഭിക്കേണ്ടതാണ്. കയറിയതുപോലെ തന്നെ ആണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. ഓരോ കാലും മാറി മാറി ഇറങ്ങി വരാം. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. മുകളിൽ റബ്ബർ കൊണ്ടുള്ള ഒരു സ്ട്രിപ്പുണ്ട്. ആ സ്ട്രിപ്പിൻ്റെ അറ്റത്ത് ഏതാണ്ട് 12 mm കനമുള്ള ഇരുമ്പ് വള്ളിയാണ്. ആ വള്ളി തെങ്ങിൽ ചുറ്റിയെടുത്തതിന് ശേഷം ഈ കാണുന്ന ഹുക്കിൽ കൂടി താഴേക്ക് കൊണ്ടുവന്ന് ഉള്ള ഒരു ലിവറിൽ കണക്ട് ചെയ്ത് അതിനൊരു ലോക്കുണ്ട്. ആ ലോക്കും ഇടുകയാണ് ചെയ്യുന്നത്. വള്ളി പിന്നെ ഒരിക്കലും ഊരിപ്പോകുന്നതല്ല. ഇതാണ് താഴേക്ക് നിൽക്കുന്നത്. ഇതാണ് ലോക്ക്. ആ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വള്ളി വെളിയിലേക്ക് ഊരി വരികയില്ല. അപ്പോൾ നമുക്ക് സേഫ്റ്റിയായി. പിന്നെ ഇതിൽ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കൈ കയറുന്ന സമയത്ത് വിട്ടുപോകാതെ നോക്കണം. കൈ വിട്ടുപോയി കഴിഞ്ഞാൽ ആൾ പുറകിലേക്ക് മറിയാനുള്ള സാധ്യതകളുണ്ട്. വിദഗ്ധനായ ഒരു തൊഴിലാളിക്ക് നല്ലൊരു ആയുധം വേണം. ഇതാണ് തേങ്ങ വെട്ടാൻ ഉപയോഗിക്കുന്ന ആയുധം. അതിലൊരു ഹുക്കുണ്ട്. ആ ഹുക്ക് നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു വള്ളിയിൽ തൂക്കി ഇടാവുന്നതാണ്. വെളിച്ചെണ്ണ ഊറ്റിയെടുത്ത പാത്രത്തിൻ്റെ അടിയിൽ
ഇതുപോലെയുള്ള ഊറൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ വെളിച്ചെണ്ണ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം 1-2 ദിവസം തുറന്നു വെച്ച പാത്രത്തിൽ സൂര്യപ്രകാശം അടിച്ചതിന് ശേഷം ഇതുപോലെയുള്ള ഭരണികളിൽ സംഭരിച്ച് വയ്ക്കാവുന്നതാണ്. ഗ്ലാസ് കൊണ്ടുള്ള ഭരണികളാണ് ഉത്തമം. അടപ്പ് നല്ലപോലെ ടൈറ്റ് ചെയ്തതിന് ശേഷം ടേപ്പ് ചുറ്റി സീൽ ചെയ്ത് വെച്ചാൽ മാസങ്ങളോളം കേടുകൂടാതെ മാർക്കറ്റിൽ വിൽക്കുവാനുള്ള വെളിച്ചെണ്ണ കുപ്പികളിൽ നിറച്ച് അതിൻ്റെ അളവും തൂക്കവും വിലയും മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും ഉണ്ടാക്കിയ കമ്പനിയുടെ പേരും എഴുതി സീൽ ചെയ്ത് മാർക്കറ്റിൽ വിൽക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ തേങ്ങ എടുത്തതിന് ശേഷം മിച്ചം വരുന്ന ചകിരി നമുക്ക് ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുത്താൽ നല്ല വേരോട്ടം കിട്ടുകയും തണുപ്പ് നിലനിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഗ്രോ ബാഗുകളുടെ അടിയിൽ ഇട്ട് കൊടുക്കാനും ഈ ചകിരി കൊണ്ട് സാധിക്കുന്നതാണ്. മാർക്കറ്റിൽ കിട്ടുന്ന വെളിച്ചെണ്ണയിൽ സൾഫറിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ കാണും. കേടുകൂടാതിരിക്കാൻ വേണ്ടി കൊപ്രായുടെ ഉള്ളിൽ അവർ സൾഫർ അടിക്കുന്നതാണ്. ഒരു മഞ്ഞ നിറം കാണും. ശുദ്ധമായ വെളിച്ചെണ്ണ നല്ല നിറമില്ലാത്തതായിരിക്കും. നമുക്ക് പറയാം വെളുത്ത നിറമായിരിക്കും തന്നെ. എവിടെയെങ്കിലും മഞ്ഞ നിറം കണ്ടാൽ അത് സൾഫർ കണ്ടൻറ്റ് കൂടുതലുള്ള വെളിച്ചെണ്ണയാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. പച്ചത്തേങ്ങ സംഭരിച്ച് വെച്ച് കഴിഞ്ഞാൽ കൊപ്രയായി കിട്ടുന്നതാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂഞ്ഞാർ കുര്യൻ.